കോണുകളിലേക്കും സഭ വ്യാപിച്ചു. ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഈ ആത്മാവിന്റെ ചലനമുണ്ടായി. സെഹിയോൻ മാളികയിൽ ആരംഭിച്ചത് ഇന്ന് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തി നിൽക്കുകയാണ്. ജന്മം കൊണ്ടത് പെന്തക്കോസ്ത് ദിനത്തിലാണ്, അല്ലെങ്കിൽ AD 33 സഭ ആരംഭിച്ചതെന്ന് കണക്കിലെടുത്താൽ ഏകദേശം 2000 വർഷങ്ങളായിട്ട് നമ്മൾ ആലോചിക്കണം. 2000 വർഷമായിട്ട് സഭ ഇന്നും തുറന്നുകൊണ്ടിരിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് സെഹിയോൻ മാളികയിൽ സംഭവിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം സത്യമാണെന്നുള്ളതിന്റെ തെളിവെന്താണെന്നറിയാവോ? ഈ ഇരിക്കുന്ന നിങ്ങളും ഈ പറയുന്ന ഞാനുമാണ്. അതാണ് ഇതിന്റെ തെളിവ്. സെഹിയോൻ മാളികയിൽ ആരംഭിച്ചത് ഇവിടെ എത്തി നിൽക്കുകയാണ്. ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ഈ ആത്മാവിന്റെ ചലനമുണ്ടായി. സെഹിയോൻ മാളികയിൽ ആരംഭിച്ചത് ഇന്ന് ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിനത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി എന്നുള്ളത് സത്യമാണ്. അങ്ങനെയെങ്കിൽ അതേ ആത്മാവിനാൽ തന്നെയാണ് ഞാനും നിങ്ങളും മാമോദീസായിലൂടെ സഭയുടെ അംഗങ്ങളാകുന്നതിലൂടെ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിന്റെ ഭാഗങ്ങളാകുന്നതിലൂടെ നമ്മളും സ്വന്തമാക്കിയിരിക്കുന്നത് അതേ പരിശുദ്ധാത്മാവിനെയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2000 വർഷമായിട്ട് സഭ ഇന്ന് നിലനിൽക്കുക. പലരുടെ ഒരു ആശങ്കയുണ്ട്, പലരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സഭ ഇന്ന് തകരും, സഭ നാളെ തകരും എന്നൊക്കെ ഉള്ളത്. സഭ ഒരിക്കലും തകരുകയല്ല. അതിന് കാരണമുണ്ട്. എന്തുകൊണ്ട് സഭയെ തകർക്കാൻ പറ്റില്ല? സഭ സ്ഥാപിച്ചത് ഞാനോ നിങ്ങളോ അല്ല, മനുഷ്യരായിരുന്നു സഭ സ്ഥാപിച്ചതെങ്കിൽ ഇതിനകം തീർന്നേനെ. 2000 വർഷമൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിൽക്കുകയല്ല, ഒന്നും നിൽക്കുകയല്ല. സഭ സ്ഥാപിച്ചത് മനുഷ്യരല്ല, അത് പരിശുദ്ധാത്മാവിനാലാണ് സ്ഥാപിതമായത്. അതുകൊണ്ട് സഭയെ തകർക്കാൻ ആർക്കും പറ്റില്ല. 1. 2, സഭ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഞാനും നിങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ സമരസഭ മാത്രമല്ല സഭ. സഭയ്ക്ക് 3 മാനങ്ങളുണ്ട്. ഏതൊക്കെയാ? നമ്മൾ ഏത് സഭയുടെ ഭാഗമാ? കത്തോലിക്ക സഭയുടെ ഭാഗം അല്ലേ? ഈ കത്തോലിക്ക സഭ തന്നെ പറയുന്നത്. നമ്മൾ സമരസഭ, സമരസഭയുടെ ഭാഗം. നമ്മൾ സമരസഭ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തില് നമ്മൾ ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് സമരം ചെയ്ത് പൊക്കോണ്ടിരിക്കുക. നമ്മൾ ഈ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മരിക്കുന്നത് വരെ യുദ്ധമുണ്ട്. ശക്തമായ യുദ്ധം നമ്മൾ അറിഞ്ഞോ അറിയാതെ ആത്മീയ ലോകത്ത് നടക്കുന്നുണ്ട്. വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, സ്നേഹത്തിന്റെ മണ്ഡലങ്ങളിൽ ആത്മീയ ലോകത്ത് ശക്തമായ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 10 മുതലുള്ള വചനങ്ങളിൽ പൗലോസ് പറയും, നമ്മൾ യുദ്ധം ചെയ്യുന്നത് മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ പോലും പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാവിനെതിരായിട്ടാണ് ഞാനും നിങ്ങളും പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും നിങ്ങൾ ധരിക്കുവിൻ. ഇപ്പൊ നമ്മൾ മനുഷ്യർക്കാർക്കും എതിരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. നമുക്കൊരു ശത്രുവുണ്ട്, ആത്മീയ ലോകത്തിന്റെ ശത്രു. സ്വർഗീയ ഇടങ്ങളിൽ പോലും പ്രവർത്തിക്കാൻ പറ്റുന്ന ദുരാത്മാവിനെതിരായിട്ടാണ് ഞാനും നിങ്ങളും പടവെട്ടുന്നത്. നമ്മളിങ്ങനെ യുദ്ധം ചെയ്ത് കടന്നു പോകുന്ന നമ്മള് സമരസഭയുടെ ഭാഗമാണ്. ഇനി നമ്മെ പോലെ ഇതുപോലെ യുദ്ധം ചെയ്ത് വിജയിച്ചവരുണ്ട്. അവരേത് സഭയുടെ ഭാഗമാണ്? വിജയസഭ. നമ്മെ പോലെ ചോര നീരൊക്കെ ഉള്ളവരായിരുന്നു. നമ്മെ പോലെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായി, സഹനമുണ്ടായി, പാടുപീടുകളുണ്ടായി, വേദനയുണ്ടായി, രോഗമുണ്ടായി. അൽഫോൻസാമയൊക്കെ രോഗത്തിന് അങ്ങേയറ്റം സഹിച്ചവള്. അപ്പൊ നമ്മെ പോലെ തന്നെ ഈ വിശുദ്ധരൊക്കെ ജീവിത കാലഘട്ടങ്ങളിൽ പ്രലോഭനങ്ങളുണ്ടായി, സഹനങ്ങളുണ്ടായി, വേദനകളുണ്ടായി, ഒറ്റപ്പെടലുണ്ടായി, തിരസ്കരണങ്ങളുണ്ടായി, മാറ്റി നിർത്തപ്പെട്ട അനുഭവങ്ങളുണ്ടായി. ഞാനും നിങ്ങൾ കടന്നു പോകുന്ന സകല അനുഭവങ്ങളിലൂടെയും കടന്നുപോയിട്ട് ഈ യുദ്ധത്തിൽ പരാജയപ്പെടാതെ വിജയിച്ചവരാണ് വിശുദ്ധരായി സഭ ഉയർത്തി കാണിക്കുന്നത്. അതല്ലാതെയും സഭ ഉയർത്തി കാണിക്കാത്തവരുണ്ട്. അവരെല്ലാം വിജയസഭയുടെ ഭാഗമാണ്. ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത് ഈ വിജയ സഭയുടെ ഭാഗമായി തീരുക എന്നുള്ളതാണ്. ഇനി ഒരു സഭയും കൂടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാനം കൂടി ഉണ്ട്. അതേതാ? സഹനസഭ, സമരസഭ, വിജയസഭ. ഇനിയോ സഹനസഭ. അത് ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളാണ്. നരകത്തിൽ പോകാൻ തക്ക വിധത്തിൽ മാരക പാപം അവർ ചെയ്തിട്ടില്ല. ദൈവസ്നേഹത്തിൽ നിന്നും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടാൻ തക്ക വിധത്തിൽ മാരക പാപങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. എന്നാൽ ചില ലഘുഭാവങ്ങളിലൂടെ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഭാവങ്ങളിലൂടെ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ തക്ക പരിശുദ്ധി അവർക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവര് സ്വർഗത്തെ ദർശിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. ഒരു പ്രതീക്ഷയുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നവർക്ക് ഒന്നും ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോ അവിടെ കിടക്കുന്നവർ നമ്മൾ
സഹന സഭ. ഈ സഹനം എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും തീയൊന്നായിട്ട് ഗണിക്കരുത്. സഹനം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? എനിക്ക് സ്വന്തമാക്കാമായിരുന്ന സ്വർഗം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു വേദനയുണ്ടല്ലോ, അതാണ് ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾ അനുഭവിക്കുന്ന വേദന. സമരസഭ മാത്രമാണ് ദൃശ്യമായത്. സഹനസഭയും വിജയസഭയും അദൃശ്യമാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണത്തില്ല. സമരസഭയുടെ ഭാഗമായി നമ്മൾ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഭാഗമായി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് പോരായ്മകളുണ്ട്, നമുക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ നാളെയും വീഴും. നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് പോരായ്മകളുണ്ട്, നമ്മൾ ദുർമാതൃക നൽകിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഈ സമരസഭയിൽ മാത്രമാണ് ഈ വീഴ്ചകളും ഇടർച്ചകളൊക്കെ ഉള്ളൂ. അപ്പോ ഇവിടെ സമരസഭയിൽ ഉണ്ടാകുന്ന ഏതാനും പേരുടെ വീഴ്ച കണ്ടിട്ട് സഭ തകർന്നു, സഭ തകർന്നു, സഭ തീർന്നു എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. സഭയെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. സഭയുടെ രണ്ടു ഭാഗം ഇനി ഒരിക്കലും വീഴാത്ത വിധം ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്.